our chief guest, Halon Healthcare MD, respected Dr. David Paul Sajil sir, our Halon Healthcare CEO, respected Arun Kumar sir, Halon Healthcare Company, top leaders, and Priyapetta Halon Healthcare family members. I'm very glad to be here today in this auspicious morning. ഇന്ന് ഹെയ്ലോൺ ഹെൽത്ത് കെയറിൻ്റെ ഈ വേദിയിൽ നിൽക്കാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഡോക്ടർ ലീന. കുറച്ച് പേരൊക്കെ എന്നെ ഇവിടെ അറിയും. ഞാൻ പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കുറേ കാലം ജോലി ചെയ്ത് വരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ പട്ടിക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹെയ്ലോൺ ഹെൽത്ത് കെയറിൽ ഞാൻ വന്നിട്ട് 8th മന്താണ് ഇപ്പോൾ ഇത്. പക്ഷേ ഒരു 4 years ബാക്ക് എനിക്ക് എനറോണായിട്ട് ഒരു കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പേഷ്യൻ്റ് നല്ല ഞങ്ങളുടെ പുതുക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഭയങ്കര ഹെവി OP ആണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, മാഡം ഈ മരുന്ന് ഈ സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് തടി കുറയും, കുറേ ബെനിഫിറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ഞാനത് ശരി എന്നാൽ വെച്ചോ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര പുളി. അപ്പോൾ എൻ്റെ മോള് ഡോക്ടറിന് പഠിക്കുകയാണ്. മോളിപ്പോൾ MD ചെയ്യുന്നു. മോള് പറഞ്ഞു, അമ്മ ഇതൊന്നും കഴിക്കണ്ട, ചിലപ്പോൾ വല്ല കിഡ്നി എങ്ങാനും പോയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ കഴിച്ചു, പിന്നെ ഒരു 1 week കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും സാറില്ല കഴിച്ചു നോക്കാം. അങ്ങനെ അത് പറഞ്ഞതുപോലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വാം വാട്ടർ കഴിച്ചു. ദെൻ ഒരു ഗ്ലാസ് നോർമൽ വാട്ടറിൽ ഒരു 20 ml ഒന്നും എടുത്തില്ല, ഒരു 15 ml ഈ എനറോണും ഒഴിച്ച് കഴിച്ചു. അങ്ങനെ ഒരു വീക്കൊക്കെ കഴിച്ചു. അപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ആ ഒരു എനർജി ലെവല് വളരെ നന്നായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്ക് ശരിക്കും സ്പീഡിലൊക്കെ പോകുമ്പോൾ കുറച്ച് ദൂരമൊക്കെ നടക്കുമ്പോൾ ആർക്കായാലും പ്രത്യേകിച്ച് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സ്മാർട്ടായിട്ട് തന്നെ നമുക്ക് എല്ലാ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ടൂറ് പോയി, പിന്നെ ട്രക്കിങ് മലയൊക്കെ കയറാനൊക്കെ ആയിട്ട് പോയി. അന്ന് ഞാൻ എന്തായാലും ഇത് പ്ലാൻ ചെയ്ത് തന്നെ എന്തായാലും ഇതിൻ്റെ ആസ് എ ഡോക്ടർ ഞാനത് നമ്മളെന്തായാലും നോക്കുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ തന്നെ ഇതൊക്കെ എടുത്ത് കഴിച്ച് റെഡി ആയിട്ടാണ് പോയത്. അപ്പോൾ കുറേ ബുദ്ധിമുട്ട്, വാട്ടർഫോളൊക്കെ കാണാനായിട്ട് പോയി. മുകളിൽ അതിർപ്പള്ളിയുടെ അവിടെ കയറാൻ കുറേ വഴിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ മുമ്പ് ഞാൻ ഓടിച്ചാടി നടന്ന് ഞാൻ ഏറ്റവും മുകളിൽ കയറി. വിത്തൗട്ട് എനി എഫേർട്ട്, വിത്തൗട്ട് ബ്രെത്ത്ലെസ്നെസ്. അവിടെ മുകളിൽ ചെന്നിട്ടും ഐ ആം സോ എനർജറ്റിക്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനറോൺ നോട്ട് ഈസി അക്കോറുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, അത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്, മിറാക്കിൾ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെ എനിക്ക് വേറൊരു വഴിയൊന്നും അന്ന് എനിക്ക് വന്നില്ല. ബട്ട് ഒരു 2 to 8 ഡ്യൂട്ടി നല്ല ഹെവി OP ആണ്. ഈവനിങ് എന്ന് വെച്ചാൽ പുതുക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് നമ്മുടെ വാസന്തി ചേച്ചി വരുന്നത് കേട്ടോ. വാസന്തി ചേച്ചിനെ ഞാനൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ വാസന്തി ചേച്ചി വന്നിട്ട് എന്നോട് വെറുതെ ഒരു സ്ട്രൈക്ക് ഒറ്റൊരു വരിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, മേഡം ഒരു എനറോണും ഒരു ലിവയും കഴിക്കുകയാണെങ്കിൽ മേഡം നന്നാവും കേട്ടോ എന്ന് പറഞ്ഞു. ആ ഒറ്റൊരു സെൻറ്റൻസിലിട്ട് ആള് വിട്ടുപോയി. അപ്പോൾ ശരി, ഞാനതിന് എനറോണിൻ്റെ കാര്യം എനിക്ക് അറിയുന്നത് കൊണ്ടും പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും ഇത് സ്ട്രോങ് ആണെന്നുള്ളത് എനിക്കറിയാം. അതും ഞാൻ അവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പുതുക്കാട് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. നല്ല നേരം വെളുക്കുന്നവരെ ഉറങ്ങാനൊന്നും പറ്റാത്ത അത്രയ്ക്കും ആണ്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും വയ്യ, അങ്ങനെയുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ്സും കൂടി എനിക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ശരിക്കുള്ള ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ ഞാൻ ഒരു 10 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചെസ്റ്റ് പെയിൻ തുടങ്ങി. ചെസ്റ്റ് പെയിൻ വന്നു, ജസ്റ്റ് റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് സൈഡ്. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. എന്തായാലും എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നാണ് ഐ തിങ്ക്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മകനുണ്ടായിരുന്നു, മകന് ബാംഗ്ലൂർ BBA LLBക്ക് പഠിക്കുക. അവൻ അന്ന് എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട വേണ്ടി ഇപ്പോൾ പോകണ്ട, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു അത് നടക്കില്ല അമ്മ. അവനപ്പോൾ തന്നെ എൻ്റെ മോളെ വിളിച്ചു. എൻ്റെ മോളും പെട്ടെന്ന് തന്നെ കാറെടുത്ത് ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട ഉണ്ണി, നമുക്ക് പുതുക്കാട് പോയിട്ട് ECG എടുത്ത്
പ്രൊഫൈൽ നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോയാൽ മതി, ദയയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ദയയിലാണ് സ്പെഷ്യലിസ്റ്റിനൊക്കെ എൻ്റെ അച്ഛൻ്റെ എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ദയ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്.